സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആന വീട്ടിലുണ്ടായില്ല, ചേട്ടൻ ഒരുപാട് കരഞ്ഞു എന്നുള്ളൊരു കഥ കേട്ടിട്ടുണ്ട്. സ്കൂളിലല്ല, ഞാൻ മന്ത്രിയായതിനു ശേഷം. അത്രയും വലുതായപ്പോഴാണോ? 2001 ശേഷം ഈ ആനയെ അച്ഛനടുത്തങ്ങ് വിറ്റു. എന്നോടുള്ള ദേഷ്യത്തിന് വിശ്വനാഥന്. എനിക്ക് തലവേദന വന്ന് ഭയങ്കര കരച്ചിലും വെള്ളവും കഴിയുക. അമ്മ ചൂടായി അച്ഛനോട് പറഞ്ഞ് എൻ്റെ ചെറുക്കൻ്റെ ആനയെ എടുത്ത് കൊടുത്തും ഇപ്പം വാങ്ങിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കി. അച്ഛൻ പറഞ്ഞ് ഞാൻ പൈസ ഇവിടെ വെച്ചിട്ടുണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞു. പൈസ കൊണ്ട് കൊടുത്ത് തിരിച്ചു കൊടുത്ത് അവരുടെ കയ്യിൽ നിന്ന് ആനയെ തിരിച്ചു വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നു. പത്തനാപുരത്ത് കൊണ്ടുവന്നു. അച്ഛൻ വാങ്ങിച്ച പൈസയേക്കാൾ കൂടുതൽ പൈസ ഞാൻ അവർക്ക് കൊടുത്തു. നമ്മളൊരിക്കലും വിശ്വസിക്കാത്തൊരു അത്ഭുതം. തിരിച്ച് കൊട്ടാക്കര വീട്ടിൽ കൊണ്ടുവരും അച്ഛൻ കുറേ പഴവും ശർക്കരയും വാങ്ങിച്ചു വെച്ചാൽ വിളിച്ച് വാങ്ങിച്ചു കൊടുത്തു. തിന്നില്ല. വായിൽ വെച്ച് കൊടുത്തിട്ട് അത് പതുക്കെ തറയിൽ വെച്ചു. അമ്മ മരിച്ചിടത്ത് അമ്മയുടെ അസ്ഥി വെച്ചേക്കുന്നൊരു പീഠം പോലൊരു സാധനം ഉണ്ടാക്കി വെച്ചു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ നേരെ ആന വന്നിട്ട് ഇതിൽ സലാം വയ്ക്കുക. അതിൻ്റെ പുറകിൽ ഒരു പ്ലാവ് വെച്ചിരുന്നു. ആ പ്ലാവിൻ്റെ ഒരു ഇല പോലും അത് പറിക്കില്ല. വീട്ടിൽ ആന ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ കൊച്ചായിരിക്കുമ്പോൾ 7 ആന വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ള ആനകൾ രണ്ടും എന്നോട് ഇണക്കമുള്ള ആനകൾ. 2 ആനകൾ. അവനെ മക്കളെ എന്ന് വിളിച്ച് അവനക്ക് അറിയാം. എൻ്റെ ദൂരെ നിന്ന് കണ്ടാൽ എന്നെ കണ്ട് അവൻ എൻ്റെ കൈ പിടിച്ചും ജരിക്കും. ഷേക്കാനൊക്കെ തരും. എന്നെ പിടിച്ച് അടുത്തോട്ട് നിർത്തും. മതപ്പാടി നിന്നാൽ പോലും എന്നെ അറിയാം. എന്നെ അറിയുകയും ചെയ്യാം. ഞാൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒന്നും വലിച്ചെറിയില്ല. പാപ്പാനെ കണ്ടാൽ വലിച്ചെറിയും.